ഇന്ന് നമ്മൾ നമ്മുടെ വിഷയത്തിൻ്റെ കാതലായ ഭാഗത്തേക്കാണ് കടക്കുന്നത്. ബഹുമാനപ്പെട്ട മുസന്നിഫ് അവർകൾ ഇന്നലെ ഹംദ് സലാത്തൊക്കെ പറഞ്ഞു വെച്ച്. ഇനിയിപ്പോൾ ഇന്ന് വിഷയത്തിലേക്ക് കടക്കണം. ഇന്നലെ നമ്മൾ ശുക്ർ എന്താണ്, ഹംദ് എന്താണെന്നൊക്കെ പറഞ്ഞു. ശുക്ർ, ഹംദ്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹംദ് എന്തുകൊണ്ടൊക്കെ ഉണ്ടാവുക നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. നാവ് കൊണ്ട് അല്ലെങ്കിൽ സംസാരം കൊണ്ട് മാത്രമാണ് ഹംദ് ഉണ്ടാവുക. പക്ഷേ അത് എന്തിനു വേണ്ടിയാവാം? ഒരാൾ നമുക്ക് ചെയ്തു തന്നായ അള്ളാഹു നമുക്ക് ചെയ്തു തന്നാൽ ഒരു ഉപകാരം അള്ളാഹു തആല നമുക്ക് നിഅമത്ത് ചെയ്ത് തന്നതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആലിമാകുന്നു, അള്ളാഹു തആല ഖുദ്റത്തുള്ളവനാകുന്നു, തുടങ്ങിയതായിരിക്കുന്ന അള്ളാഹുവിൻ്റെ മറ്റുള്ളതിലേക്ക് വിട്ടുകിടക്കാത്തതായിരിക്കുന്ന അള്ളാഹു തആല ഹയാത്തുള്ളവനാണ് എന്നുള്ളതിൻ്റെ പേരിൽ അള്ളാഹുവിനെ എന്ത് ചെയ്യാം? നമുക്ക് സ്തുതിക്കാം, അതിന് വിരോധമല്ല. അപ്പോൾ നേരെ മറിച്ച് ശുക്ർ എന്ന് പറയുമ്പോൾ അത് നിഅമത്ത് ചെയ്തവനിക്ക് അവൻ്റെ ഓപ്പോസിറ്റിൽ മാത്രം ചെയ്യുന്ന ഒരു പ്രശംസാവചനമാണ് ശുക്ർ എന്നുള്ളത്. അത് നമ്മൾ ഹൃദയം കൊണ്ടുണ്ടാവാം, അതുപോലെ തന്നെ അവയവങ്ങളെ കൊണ്ടും നാവ് കൊണ്ടും ഉണ്ടാവും, മൂന്ന് കൊണ്ടും ഉണ്ടാവാം. ഹംദാവുമ്പോൾ നാവ് കൊണ്ട് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് വിഷയങ്ങളൊക്കെ. ഇൽം അന്നൽ ഹുക്മൽ അഖ്ലിയ യൻഹസിറു ഫീ സലാസത്തി അഖ്സാം അൽ വുജൂബു വൽ ഇസ്തിഹാലത്തു വൽ ജവാസു. കിതാബുള്ള ആളുകളൊക്കെ എടുത്ത് നിർത്തി വെച്ചോളെ. നമ്മൾ ശരിക്കും നല്ലോണം കുറച്ച് നമ്മളങ്ങനെ എന്ത് ചെയ്യണം? പറയുന്നത് നല്ലോണം ശ്രദ്ധ കൊടുക്കണം. സംഗതി എല്ലാവർക്കും മനസ്സിലാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അറിയുന്നതും തിരിയുന്നതും തന്നെയാണ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ ഇൽം അന്നൽ ഹുക്മൽ അഖ്ലിയ യൻഹസിറു ഫീ സലാസത്തി അഖ്സാം. അതിൻ്റെ ബാക്കി നോക്കാം. അന്നൽ ഹുക്മൽ അഖ്ലി മത്തിനാണ് വായിക്കുന്നത്. ഇതുവരെ ശർഹായിരുന്നു, ഇനി മത്തിലേക്ക്. ഇൽം അന്നൽ ഹുക്മൽ അഖ്ലിയ യൻഹസിറു ഫീ സലാസത്തി അഖ്സാമിൻ അൽ വുജൂബു വൽ ഇസ്തിഹാലത്തു വൽ ജവാസു. വിധികൾ, ബുദ്ധിപരമായിരിക്കുന്ന വിധി 3 ഇനത്തിൽ അത് പരിമിതമാണ്. നമ്മളൊരു വിഷയം ചിന്തിക്കാനുണ്ടെങ്കിൽ അത് പിന്നെ എന്ത് വിഷയമാണെങ്കിലും നമ്മുടെ ചിന്തയിൽ രൂപപ്പെടുത്തുന്ന എന്ത് വിഷയമാണെങ്കിലും ഈ 3 ഇനത്തിൽ പെട്ടതായിരിക്കുന്ന ഒന്നായിട്ടേ വരുള്ളത്. എന്ത് വിഷയം ഞാൻ ചിന്തിച്ചാലും ആലോചിച്ചാലും എൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു ആലോചനകൾ, വലിയൊരു വിഷയങ്ങൾ, അതൊക്കെ ഈ പറയപ്പെടുന്ന 3-1 മാത്രം പരിമിതമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയട്ടോ, എതിർപ്പിൻ്റെ പറയാം, ഇതൊക്കെ എന്താ? ഇത് ബുദ്ധിപരമായിട്ടുള്ള സമർത്ഥനമാണ്. നമ്മുടെ ബുദ്ധിക്ക് നല്ലൊരു ഉണർവ് നൽകാനും മനസ്സിലാക്കാനൊക്കെ ഉതകുന്ന രീതി. അപ്പോൾ നിങ്ങൾക്ക് വഴങ്ങാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ ഒരു അഖലിയായിരിക്കുന്ന ഒരു ഹുക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന എന്ത് കാര്യങ്ങൾ ചിന്തിച്ചാലും ആ ചിന്ത അല്ലെങ്കിൽ ആ വിഷയം അല്ലെങ്കിൽ ആ പ്രശ്നം 3-1 ഒതുങ്ങുക. ഈ 3 ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിലേക്ക് ഉണ്ടാവുക. ഒന്നിരിക്കൽ അതാണ് വുജൂബ്, അത് വുജൂബായിരിക്കും. വുജൂബ് എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട്. വൽ ഇസ്തിഹാലത്ത് അല്ലെങ്കിൽ ഇസ്തിഹാലത്ത് അസംഭവ്യം. വുജൂബ് എന്ന് പറഞ്ഞ നിർബന്ധം. വൽ ഇസ്തിഹാലത്ത് ഉണ്ടാവാൻ ജവാസാണ്, ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം. വുജൂബ് എന്ന് പറഞ്ഞാൽ വൽ വാജിബ് എന്ന് പറഞ്ഞാൽ വുജൂബ് എന്ന് പറഞ്ഞാലോ അത് മാലാ യുതസവ്വറു ഫിൽ അഖ്ലി അദ്മുഹു. ബുദ്ധിയിൽ അത് ഇല്ലാതിരിക്കൽ രൂപപ്പെടൂല. വാജിബ് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധി ഇല്ലാതിരിക്കാൻ പാടില്ല. വൽ മുസ്തഹിൽ എന്ന് പറഞ്ഞാലോ മാലാ യുതസവ്വറു ഫിൽ അഖ്ലി വുജൂദുഹു. അസംഭവ്യം എന്ന് പറയുന്നത് ബുദ്ധിയിൽ അത് ഉണ്ടാവാൻ പാടില്ലാത്തതിനാണ് മുസ്തഹിൽ എന്ന് പറയുന്നത്. സീനും താവും സായിദാണ്, ഇഹാലത്താക്കുന്നത് എന്നുള്ള. വൽ മുസ്തഹിൽ എന്ന് പറയുന്നത് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നാണ് ലാ യുതസവ്വറു ഫിൽ അഖ്ലി, ബുദ്ധിയിൽ അത് രൂപപ്പെടുത്താൻ വുജൂദുഹു അതുണ്ടാവൽ എന്താവില്ല, രൂപപ്പെടുത്താൻ സാധ്യമല്ല. അതാണ്. വൽ ജായിസ് എന്ന് പറഞ്ഞാലോ മായസഹു ഫിൽ അഖ്ലി വുജൂദുഹു വഅദമു. ബുദ്ധിയിൽ അത് ഉണ്ടാവുകയും ചെയ്യാം, ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഇന്നത്തെ ചർച്ച നമ്മൾ ഇതിനെക്കുറിച്ചാണ്. ഈ 3 വിഷയങ്ങൾ ബുദ്ധിപരമായിരിക്കുന്ന വിധി ഈ 3 എന്തായിരിക്കും? 3-1 ഒതുങ്ങിയിരിക്കും. ഒന്നിരിക്കൽ അത് വാജിബായിരിക്കും, അല്ലെങ്കിൽ അത് വാജിബ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ നിർബന്ധമാണ്. അത് ഇല്ലാതിരിക്കാൻ ബുദ്ധി രൂപപ്പെടുത്താൻ സാധിക്കില്ല, അത് ഉണ്ടായേ തീരൂ. മുസ്തഹിൽ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആദ്യം നോക്കുക വുജൂബ്. വുജൂബിനെ പറ്റി നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കുക. എന്താണ് വുജൂബ്? പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ബുദ്ധിയിൽ എന്തല്ല അത് ഇല്ലാതിരിക്കാൻ ബുദ്ധി സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു. ആ സംഗതി ഇല്ലാതിരിക്കൽ ബുദ്ധി സ്വീകരിക്കുക ഇല്ല. ഉദാഹരണം പറയാം. പിന്നെ ഒരു കർത്താവില്ലാതെ കണ്ടൊരു ക്രിയ ഉണ്ടാവുമോ? ഒരു കർത്താവില്ലാതെ ഒരു ക്രിയ ഉണ്ടാകുമോ? നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അല്ലെങ്കിൽ സ്ക്രീൻ ഉണ്ടെന്ന് വെച്ചോളി. ആ സ്ക്രീൻ അത് ഉണ്ടാക്കിയതായ, അത് സെറ്റ് ചെയ്തതായിരിക്കുന്ന, അതിനെ നിർമ്മിച്ച ഒരാളില്ലാതെ ആ സ്ക്രീൻ ഉണ്ടാവുമോ? ഉണ്ടാവോ? ഇല്ല, വളരെ ഉറപ്പാണ്. പിന്നെ
ഉറപ്പാണ്. അത് ഒരാൾ പറയും ഞാൻ നേരം വെളുത്തിട്ട് എണീച്ച് നോക്കും എൻ്റെ റൂമിൽ എന്ത് ചെയ്ത് പിന്നെ ഒരു സ്ക്രീൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അവിടെ കണ്ട്, ആരും കൊണ്ട് വെച്ചതില്ല, ആരും തന്നതുമല്ല. ഞാൻ നേരം വെളുത്ത് എണീച്ച് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എൻ്റെ റൂമിൽ ഒരു കമ്പ്യൂട്ടർ കണ്ട്. അത് ഇവിടെ ഉണ്ടായതാണ്. ആരും കൊണ്ടുവച്ചോ തന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കൂല. ജിന്ന് എങ്ങനെ ആവുക? ജിന്ന് എന്ന് പറഞ്ഞാൽ ആരും തന്നല്ല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ തന്നല്ല, അത് ഇവിടെ ഉണ്ടായതാണ്. അത് ഇവിടെ തന്നാലുണ്ടായതാണ്. ഈ കമ്പ്യൂട്ടർ തന്നാലെ നേരം വെളുത്ത് നോക്കുമ്പോൾ ഉണ്ടാകാതെ ഇവിടെ തന്നാലുണ്ടാകാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അയാൾക്ക് എന്താ മനസ്സിലാക്കുക? അയാൾക്ക് എന്തോ സുഖമില്ലാതെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സാധനം ഉണ്ടാകുമ്പോൾ അതിന് എന്ത് വേണം? അതുണ്ടാക്കിയ ഒരാൾ വേണം എന്നുള്ളത് ബുദ്ധി നിർബന്ധമായിട്ടും പറയുന്ന ഒന്നാണ്, യാതൊരു സംശയമില്ല. അതാണ് വുജൂബ്. അതുണ്ടായ തീരൂ, ആരും അംഗീകരിക്കൂല. അതില്ലാതെ തനിയെ ഉണ്ടായിരുന്ന ആരും സ്വീകരിക്കൂല. അതാണ് വുജൂബ്. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കോ? ആരും വിശ്വസിക്കില്ല. ഈ സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എന്ത് സ്വയംഭൂവാണ്? ഈ കമ്പ്യൂട്ടർ സ്വയംഭൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. എൻ്റെ മുമ്പുള്ള ക്ലാസ് അത് തന്നാലും കണ്ടുണ്ടായതാണ്. നമ്മൾ പറയുന്നത് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് അനേകം ആളുകളുടെ പ്രവർത്തനം, ഒരുപാട് പ്രവർത്തനം ഒന്നിച്ച് ചേർന്ന് അതിനെ വിവിധ രൂപത്തിൽ ആക്കിയെടുത്ത് വിവിധ സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവസാനം ആയിത്തീർന്നാണ് ഈ ക്ലാസ് എന്ന് പറയുന്ന സാധനം. അതുറപ്പാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഉണ്ടാവണമെങ്കിൽ അത് നിർമ്മിച്ച അതിന് ഒരുപാട് പ്രവർത്തനങ്ങൾ പിന്നീട് നടത്തിയതായിരിക്കുന്ന കുറേ എഞ്ചിനീയർമാർ വേണം, നല്ല ബുദ്ധിശക്തിയുള്ള ആളുകൾ, സാങ്കേതിക വിദ്യകളൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്താനുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വസ്തു ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പ്രവർത്തിച്ച ആളില്ലാതെ കണ്ട് ഒരു പ്രവർത്തനം ഉണ്ടായി. അതായത് നമ്മൾ പറഞ്ഞാൽ ഫീൽ ഇല്ലാതെ കണ്ട് ഫായിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞു. അല്ല, ഒരു ഫായിൽ ഇല്ലാതെ കണ്ട് ഒരു ഫീൽ, കർത്താവ് ഇല്ലാതെ കണ്ട് ഒരു കർമ്മം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ആരും വിശ്വസിക്കാൻ തയ്യാറല്ല. അതാണ് അഖിലിയായ വുജൂബ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അഖീദയാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇൽമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം? നമ്മളിവിടെ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം എന്താ വെച്ചാൽ, ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ നിർബന്ധം എന്ന് പറയുന്നതൊക്കെ ഒരേ അർത്ഥത്തിനല്ല. ഞാൻ ചോദിക്കട്ടെ, നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ആ നിർബന്ധത്തിന്റെ അർത്ഥം എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖുദ്റത്ത് എന്ന് പറയുന്ന സിഫത്ത് ഉണ്ടാവുന്ന നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ആ നിർബന്ധത്തിന്റെ അർത്ഥം എന്ത്? അതുപോലെ തന്നെ തീ തൊട്ടാൽ അത് തീക്ക് കരിക്കുക എന്നുള്ള സ്വഭാവം ഉണ്ട് എന്നുള്ളത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ആ നിർബന്ധത്തിന്റെ അർത്ഥം മൂന്നിനും നിർബന്ധമാണ്. മൂന്നർത്ഥമാണ്. മനസ്സിലായോ? നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞതിന്റെ ആ നിർബന്ധത്തിന്റെ അർത്ഥം ഒന്ന് വേറെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ ആ നിർബന്ധത്തിന്റെ അർത്ഥം ഒന്ന് വേറെ, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചാൽ നിർബന്ധമായും വയറുന്നറിയും, അല്ലെ തീ തൊട്ടാൽ നിർബന്ധമായും അത് കരിക്കും എന്ന് പറയുന്ന നിർബന്ധത്തിന്റെ അർത്ഥം എന്ന് വേറെ. ഈ മൂന്ന് നിർബന്ധവും മൂന്ന് അർത്ഥമാണ്. അതൊന്ന് പഠിക്കാൻ പാടില്ല. എല്ലാം കൂടി എല്ലാ നിർബന്ധവും കൂടി ഒരൊറ്റ അർത്ഥത്തിൽ വെക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ എല്ലാ സിഫത്തുകളും അവന്റെ കാര്യങ്ങളൊക്കെ അഖിലിയായ വുജൂബ്, നമ്മളതാണ് പറയുന്നത് അഖിലിയായ വുജൂബ്. അല്ലാതെ അത് ഏതർത്ഥത്തിനല്ല. നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താ? നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞാലും നിസ്കാരം നോമ്പൊക്കെ നിർബന്ധമാണെന്ന് പറഞ്ഞാലും ഈ രണ്ട് നിർബന്ധവും ഒരുപോലെയാണോ? എന്താ ചോദിക്കുന്നത്? ആണോ? എന്താ മനസ്സിലാക്കിയത്? ആണെങ്കിൽ ആണെന്ന് അടിച്ചോളൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് അടിച്ചോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 20 സിഫത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതും നമുക്ക് നിസ്കാരം നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ ഒരു മുസ്ലിമാന് നിർബന്ധമാണെന്ന് പറഞ്ഞാലും രണ്ടും ഒരുപോലെയാണോ? അല്ല, രണ്ടും ഒരുപോലെയല്ല. അല്ലാഹു തആലക്ക് ഒരു സംഗതി 20 സിഫത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സിഫത്ത് ഇല്ലാതിരിക്കൽ ബുദ്ധി അംഗീകരിക്കൂല. അതാ മുസന്നിഫ് പറയുന്നത്. വുജൂബ് അഖിലിയായ വുജൂബാണ്, ബുദ്ധിപരമായ നിർബന്ധമാണത്. അത് ശറഈയായ വുജൂബല്ല. അതിന് നേരെ മറിച്ച് നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരർത്ഥം നമ്മൾ പറയാറുണ്ട്, ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഉള്ളതുമായത്, അല്ലേ? ആ ഒരർത്ഥത്തിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? വുജൂബിനെ പറയാറുണ്ട്. അതല്ല ഇവിടെ ഉള്ളത്. അത് നമ്മളെ കൂടെ ചേർത്ത് നോക്കും. ശറഈയായ വിധികളാണ്, ശറഈയായ ഹുക്കുമാണ് ഈ പറഞ്ഞത്. നിസ്കാരം നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമാണ്, സക്കാത്ത് നിർബന്ധം എന്നുള്ളതൊക്കെ ശറഈ വെച്ചതായിരിക്കുന്ന നിയമങ്ങളാണ് അതൊക്കെ. നേരെ മറിച്ച് അല്ലാഹു തആലക്ക് 20 സിഫത്ത് ഉണ്ട്, 20 സിഫത്ത് പാടില്ല, ഒരു സിഫത്ത് അവർക്ക് ജായിസാണ് തുടങ്ങിയത്. പ്രവാചകന്മാർക്ക് 4 സിഫത്തുകൾ നിർബന്ധമാണ്, 4 സിഫത്ത് പാടില്ല, ഒരു സിഫത്ത് അവർക്ക് ജായിസാണ് തുടങ്ങിയത്. ഈ വുജൂബൊക്കെ എന്ത് വുജൂബ് എന്നാ പറയുന്നത്? അഖിലിയായ വുജൂബാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രവാചകനാണെന്നുണ്ടെങ്കിൽ 4 സിഫത്ത് നിർബന്ധമാണ്. ബുദ്ധിപരമായിട്ട് തന്നെ 4 സിഫത്ത് വേണം. സിദ്ഖ്, അമാനത്ത്, ഫതാനത്ത് തുടങ്ങിയതായിരിക്കുന്ന വിഷയങ്ങൾ. ഒരു ദൈവത്തെ ഉദാഹരണം പറയാ, ഒരു സൃഷ്ടാവിനെ ഒരാൾ അങ്ങ് വിശ്വസിച്ച് കഴിഞ്ഞാൽ, ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് അയാൾക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തായാലും അയാൾ എന്ത് വിശ്വസിക്കണം? ആ സൃഷ്ടാവിന് എന്ത് വേണം? അറിവുള്ളവനായിരിക്കണം എന്ന് ആൾ നിർബന്ധമായി വിശ്വസിക്കും. അറിവില്ലാത്തൊരു ഒരു സൃഷ്ടാവിനെ, ഒരു മനുഷ്യനെ രൂപപ്പെടുത്താൻ സാധ്യമല്ല. കഴിവില്ലാത്തതായിരിക്കുന്ന, ഖുദ്റത്തില്ലാത്തതായിരിക്കുന്ന ഒരു സൃഷ്ടാവിനെ, ഒരു പ്രപഞ്ചനാഥനെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? രൂപപ്പെടുത്താൻ സാധ്യമല്ല. അതിനാണ് ഈ നമുക്ക് രൂപപ്പെടുത്താൻ സാധ്യമല്ലാത്തത് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉജൂബ് എന്ന് പറയുന്നത്. നിർബന്ധം, അഖിലിയായ ബുദ്ധിപരമായ നിർബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോൾ ഒരു വസ്തു ഒന്നുകിൽ എന്തായിരിക്കും? അത് എന്തായാലും ബുദ്ധി ഉണ്ടായേ തീരൂ എന്ന് നിർബന്ധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? അത് പാടില്ല എന്ന് പറയുന്നതായിരിക്കും, ഉണ്ടാവാൻ പാടില്ലാത്തായിരിക്കും, അല്ലെങ്കിൽ അത് ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതെ. ഈ 4 ഉള്ളൂ. നിങ്ങൾ ദുനിയാവിലെ ഏത് ബുദ്ധിമാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. അതിനിപ്പോൾ മതങ്ങളില്ല, നാടില്ല, യൂറോപ്യൻ എന്നോ പൗരസ്ത്യനെന്നോ അറബി എന്നോ അനറബി എന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ബുദ്ധിജീവി എന്നോ സാമാന്യ ബുദ്ധി എന്നോ അതൊന്നും വ്യത്യാസമില്ലാതെ കണ്ട് ഈ 3 ഇനം ഏത് കാര്യങ്ങളും ഒരുപോലെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ഒരു കാര്യം ഒന്നിക്കിൽ അതുണ്ടായിരിക്കും,
അത് ഉണ്ടാവും നിർബന്ധങ്ങളുള്ള കാര്യത്തിൽപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലാത്തതിൽപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം ഇതിൽപ്പെട്ടതായിരിക്കും എന്നുള്ള കാര്യം അതാണ് മുസന്നിഫ് പറഞ്ഞത്. എവിടെ അതെ, അന്നൽ ഹുക്കുമൽ അഖലിയ ഒന്നുകൂടി നോക്കിക്കോളൂ. അഖലിയ ആയിരിക്കുന്നു ഹുക്കുമു യൻഹസിറു ഫീ സലാസത്തി അഖ്സാം. അത് 3 ഇനത്തിൽ പരിമിതപ്പെടും. അത് നാലാമത്തെ ഇനം ഉണ്ടാവോ? ഒന്നിരിക്കലും ആ വസ്തു എന്തായാലും ഉണ്ടാവണം, അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ഉണ്ടായും ചെയ്യാൻ ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. ഇതല്ലേ ഉണ്ടാവുള്ളൂ എന്ത് കാര്യമാണെങ്കിലും. തീർച്ചയായിട്ടും അത് 3 വരുള്ളൂ. നാലാമത്തെ ഒന്നിൽ ബുദ്ധിപരമായ ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഹരി ചെയ്യാൻ സാധ്യമല്ല. ഒന്നിരിക്കലും ഉണ്ടാവും നിർബന്ധമായതല്ലേ, ഉണ്ടാവാൻ പാടില്ലാത്തത് അല്ലേ ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടാവാതിരിക്കുകയും ചെയ്യാൻ പറ്റുന്നത്. അതാണ് അൽ വുജൂബ് വൽ ഇസ്തിഹാലത്തു വൽ ജവാസു. അതാണ് ഈ പറഞ്ഞത്. വുജൂബാണ്, ഇസ്തിഹാലത്താണ്, ജവാസാണ്. വാജിബിന് നമ്മൾ ഉദാഹരണം ഞാൻ ചോദിക്കും അവസരത്തിൽ. ഇത് വുജൂബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ബുദ്ധിയിൽ അതില്ലാതിരിക്കൽ ഒരിക്കലും അത് ബുദ്ധി അനുവദിക്കാത്തത്. അതാണ് ഉദാഹരണം പറയാം. ഒരാൾ പറഞ്ഞു, പിന്നെ ഒരാളൊരു കാട്ടിൽ നിന്ന് വലിയൊരു മരം വെട്ടിക്കൊണ്ടുവന്നിട്ട് പിന്നെ വീട്ടിൽ വെച്ച് വെച്ചോളൂ, വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അയാൾ പറഞ്ഞു, പിന്നെ ആ മരം അവിടെ കടന്നാൽ 100 കൊല്ലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 200 കൊല്ലം കഴിയുമ്പോൾ, 1000 കൊല്ലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1,00,000 വർഷം കഴിഞ്ഞാൽ ഈ മരം തന്നാലൊരു മേശയായി തീരുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഈ മരം തന്നാൽ എന്താ അതൊരു മേശയായി രൂപാന്തരപ്പെടുമെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. അതെന്ത് വേണം? ഈ കാട്ടി കിടക്കുന്ന ഈ മരത്തെ എന്ത് ചെയ്യണം? അത് ചെത്തി മിനുക്കി അതിന് കാലൊക്കെ വെച്ച് തുല്യ അളവിലും നീളത്തിലൊക്കെ ആ മരത്തിൽ നിന്ന് അത് പലക ഈരിയെടുത്ത് അതിന് വെക്കേണ്ടതൊക്കെ വെച്ച് ആണി മേടി തറപ്പിച്ച് ഒരു വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് മേശയായി തീരുള്ളൂ. ഒരു മരം കൊണ്ടുവച്ചാൽ അത് മേശയായിരുന്നു ആര് പറഞ്ഞാൽ ആശാരം വിളിച്ചിട്ടില്ല, ആശാരമാരൊന്നും പണിയെടുത്തില്ല, ജിന്നാണ് അടുത്തേക്ക് വരില്ല. പിന്നെ എന്താണ് പിന്നെ ഇത് മേശയായെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആളുകൾ അംഗീകരിക്കൂല. അതെന്ത് വേണം? അവിടെ മേശയാക്കുന്ന ഒരു ആശാരി എന്തായാലും നിർബന്ധമാണ് എന്ന് ബുദ്ധി പറയും. അതാണ് ഇത് ബുദ്ധിയുടെ നേട്ടമാണ്. അത് ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടാവണമെങ്കിൽ അത് പ്രവർത്തിച്ച ആൾ വേണം അല്ലേ? നാൽക്കാലിക്ക് പോലും ഉണ്ട്, നാൽക്കാലികൾക്ക് പോലും ഇത് ഈ ഒരു പിന്നെ അറിവുണ്ട്. ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ പൂച്ചന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് പൂച്ച നടന്നു പോവാണ്, 30 പ്രാവശ്യം ഭക്ഷണം കഴിപ്പ് പോവാണ്. അതിൻ്റെ അപ്പുറത്തുന്ന ഒരാൾ ഒരു മറിഞ്ഞു കൊണ്ട് പൂച്ചന്റെ ശബ്ദം അതേമാതിരി അനുകരിച്ച് ഒച്ചണ്ടാക്കി നോക്കി, ആ പൂച്ച 4 പാട് നോക്കും അല്ലേ? ആ പൂച്ച എന്ത് തിരക്കിട്ട് പോവാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പ്രത്യേകിച്ച് കാടൻ പൂച്ചന്റെ ശബ്ദത്തിൽ നിന്ന് ഒച്ചണ്ടാക്കിയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇതെന്താണ് ഇവിടെ അടുത്ത് ശബ്ദം കേൾക്കുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവിടെ ആളുണ്ട്. അപ്പോൾ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി പൂച്ചന്റെ നാനാഭാഗത്തേക്ക് നോക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരു മാടിനെ വിളിക്കുകയാണെങ്കിൽ ആ മാടിന്റെ വിളിക്കുന്ന അതിന്റെ ശബ്ദത്തിൽ ഒന്ന് ഒച്ചട്ടാൽ ഉറപ്പാണ് അത് തിരിച്ചു വരുന്നത്. അപ്പോൾ അതിനറിയാം ഈ ശബ്ദം വിട്ടാൽ ആ ശബ്ദം ഉണ്ടാക്കിയ ഒരാളുണ്ട്. ഉണ്ടാക്കിയ ഒരാളില്ലാതെ ശബ്ദം മാത്രം കേൾക്കില്ല എന്ന് നാക്കാലികൾക്ക് പോലും അറിയാം. അപ്പോൾ ഒരു പ്രവർത്തനം ഉണ്ടാവണമെങ്കിൽ അത് പ്രവർത്തിച്ച ആൾ എന്തായാലും വേണം. അത് ബുദ്ധിയുടെ നേട്ടമാണ്. അതാണ്. അപ്പോൾ എന്താണ് ഡാർവിൻ പറഞ്ഞത് മേശായിത്തീരുന്നു? അത് ശരി. ഒരു മരം അവിടെ ഉണ്ടെങ്കിൽ മേശായിത്തീരുന്നത് വളരെ 10,000 ഒരു സാധ്യതയൊക്കെ ഉള്ളൂ. മനസ്സിലല്ലേ? 10,000 അല്ലെ 1,00,000 ഒരു സാധ്യതയൊക്കെ ഉള്ളൂ. ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ മുമ്പിലുണ്ട്, ഇപ്പോൾ കീബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആരും അതിനും തൊടാതെ ഉണ്ട്. ഇപ്പോൾ ഒരാൾ കുട്ടി വന്നിട്ട് ഒരു കുട്ടി വന്നിട്ട് ഉണ്ടാവും, ഒരാൾ കുട്ടി ഉണ്ടാവും, കുട്ടി വന്നിട്ട് ഇങ്ങനെ അടിച്ച് കണ്ടോ, ഇതിപ്പോൾ എന്തായത്? ഇതിപ്പോൾ എന്താണ് അതിപ്പോൾ അങ്ങനെ വന്ന് എന്താണ് ഇപ്പോൾ നിൽക്കറിയില്ല ഏത് ഭാഷ, അറബി അക്ഷരങ്ങൾ ഇങ്ങനെ സാധ്യത ഉണ്ടെങ്കിലും പറഞ്ഞത്. ഇതിപ്പോൾ ഈ കീബോർഡ് കുട്ടി വന്നിട്ട് ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ അമർത്തി കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ഇങ്ങനത്തെ അക്ഷരങ്ങൾ വരിക, ഇങ്ങനെ പല അക്ഷരങ്ങൾ വരിക. ഇതിപ്പം പിന്നെ ഒരു കുട്ടി വന്നിട്ട് ഒന്നും അറിയാത്ത ഒരു വയസ്സായ കുട്ടി വന്നിട്ട് ഇങ്ങനെ ഇതിവിടെ അമർത്തി നോക്കുമ്പോൾ അത് ഒരു ലേഖനമായിട്ട് രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതാരെങ്കിലും വിശ്വസിക്കോ? ആരും വിശ്വസിക്കോ? കുട്ടി വന്നിട്ട് ഇങ്ങനെ എന്താക്കിയതാണ്, അതിങ്ങനെ അമർത്തി കുട്ടി അവിടെ ഇവിടെ തൊട്ട് അതിങ്ങനെ ശരിയാ നല്ലൊരു ലേഖനമായിട്ട് രൂപാന്തരപ്പെട്ട് വന്നു പറഞ്ഞാൽ അത് വളരെ എത്ര എന്ന് പറയാൻ പറ്റില്ല, വളരെ 10,000 ഒരു ശതമാനം, ഒരു പക്ഷേ എന്തായിരുന്നു നോക്കാം, ഏതെങ്കിലും ഒരു അക്ഷരമൊക്കെ കാമാനോ അല്ലെ ചാ അയാന്നൊക്കെ വന്നു നോക്കാം. പക്ഷേ അതിനപ്പുറമുള്ള വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ ചാവുന്നതിന് ചെയ്യാവുന്ന പക്ഷേ അപ്പുറം വേറെ അക്ഷരക്കും അത് തൊട്ട അക്ഷരാണെങ്കിലോ അത് വേറെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ലേഖനമായിട്ട് രൂപാന്തരപ്പെടാൻ സാധ്യമല്ല. നമ്മുടെ ബുദ്ധി അത് അംഗീകരിക്കില്ല. അതെന്ത് വേണം? അവിടെ ശരിയാ നിലക്ക് എന്ത് വേണം? ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ ഇത് ചെയ്യുന്ന അത് ടൈപ്പ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവിടെ ലേഖനമായി തീരുള്ളൂ. ഇതുപോലെയാണ് ഇപ്പോൾ ഡാർവിൻ പറഞ്ഞത്. മനസ്സിലല്ലേ? ഒരു മരം കൊണ്ടുവച്ചാൽ അത് ഒരു 100 കൊല്ലം കഴിയുമ്പോൾ മേശായി തീരുന്നു പറഞ്ഞാൽ എന്താ അർത്ഥം? അയാൾക്ക് ഒരു സുഖമില്ല എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ബുദ്ധി അംഗീകരിക്കില്ല. അതാണ് എൻ്റെ അർത്ഥം. മനസ്സിലല്ലേ? ബുദ്ധി അത് അംഗീകരിക്കാത്തത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീശ്വരവാദികൾ വരെ പറഞ്ഞു, ദൈവമാണെന്നുണ്ടെങ്കിൽ ഓരെന്ത് പറയുന്നത്, എന്തുകൊണ്ട് അവിടെ നിങ്ങൾ മിനിയെ തീ പിടിച്ചപ്പോൾ ദൈവം അവിടെ രക്ഷപ്പെടുത്തില്ല? അപ്പോൾ ഓർക്കും അറിയാം ദൈവമാണെങ്കിൽ എന്ത് വേണം? ദൈവമാണെങ്കിൽ ആ ദൈവം അവിടെ അവർ കൈവുള്ളവനായിരിക്കണം, അവൻ രക്ഷപ്പെടുത്താൻ കൈവുള്ളവനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദൈവമാണെങ്കിൽ അപ്പോൾ ദൈവം ഉണ്ട് അംഗീകരിക്കുന്ന ആൾക്ക് എന്ത് അംഗീകരിച്ചേ തീരൂ? കൈവുള്ളവനാണെന്ന് അംഗീകരിച്ചേ തീരൂ. എങ്കിൽ ദൈവം നമ്മൾ മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും. ദൈവമാണെങ്കിൽ എന്തായാലും വേണം പറയും. പക്ഷേ അവിടെ കാണുന്നില്ല, അതുകൊണ്ട് ദൈവം എന്ന് പറയാം. നമ്മൾ പറയും അതിൽ വേറെ അല്ലാഹു തആലക്ക് ഹിക്മത്തുകളുണ്ട്. അല്ലാഹു തആലയുടെ ഓരോ പ്രവർത്തനങ്ങളും മസ്ലഹത്തുകളും ഹിക്മത്തുകളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള യാതൊരു സംശയമില്ല. അല്ലാഹു തആലയുടെ പ്രവർത്തനങ്ങൾ പക്ഷേ ആളുകൾക്ക് അതെല്ലാം എപ്പോഴും കണ്ടെത്താനും മനസ്സിലാക്കാനും സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. പിന്നെ അപ്പോൾ അതാണ് ചുരുക്കം പറയുകയാണെങ്കിൽ പിന്നെ ഏതൊരു കാര്യം, ഏതൊരു ചിന്താഗതി, ഏതൊരു വിഷയം 3 ഇനത്തിലായിട്ട് മാത്രമേ വിഭജിക്കാൻ സാധിക്കൂ. ലോകത്തുള്ള എല്ലാ ബുദ്ധിമാന്മാരും ഈ കാര്യം അംഗീകരിക്കും. നാലാമത്തെ ഒന്നില്ല മുസ്ലിം ഫല പറഞ്ഞത് വൽ ഹുക്മുൽ അഖ്ലിയു യൻഹസിറു ഫീ സലാസത്തി അഖ്സാം അൽ വുജൂബു വൽ ഇസ്തിഹാലത്തു വൽ ജവാസു വൽ വാജിബു മാ ലാ യതസവ്വറു ഫിൽ അഖ്ലി. അത് ബുദ്ധിയില്ലാതിരിക്കൽ രൂപപ്പെടില്ല. ഞാൻ ഇവിടെ വേറെ ഒരു ഉദാഹരണം എടുക്കാം. പിന്നെ 1 1 2 എന്ന് പറഞ്ഞു, 1 1 2 എന്ന് പറഞ്ഞു. അത് 2 അല്ല 1 1 ആയ 3 ആണ് എന്നാരെങ്കിലും പറഞ്ഞ വിശ്വസിക്കുന്നത് 1 1 കൂട്ടിക്കാണെങ്കിൽ 3 ആണ് എന്നുള്ളത് അതൊരിക്കലും ഉണ്ടാവില്ല. 1 1 2 ആയേ തീരൂ. അതൊരു പ്രവാചകൻ വന്നിട്ട് ഒരു പ്രവാചകൻ 1 2 കൂടി 3 ആക്കി തന്നാൽ തരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, അത് അഖിലിയായ നേട്ടമാണത്. ഒരു പ്രവാചകൻ വന്നിട്ട് മുജിസത്ത് മുഖേന 2 3 ആക്കി തരാമെന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അത് അഖിലിയായ ഇസ്തിഹാലത്ത് എന്ന് പറയാം. അസംഭവ്യം. ഒരു പ്രവാചകൻ സാധിക്കില്ല. ഈ ഇങ്ങനെയുള്ള അഖിലിയായ ബുദ്ധിപരമായി സ്ഥിരപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ പ്രവാചകന്മാർ കാണിക്കുന്ന മുജിസത്ത് എന്ത് മുജിസത്തായിരിക്കും? അത് ആദിയായ ഇസ്തിഹാലത്ത്. അതായത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്താക്കാം, അവർക്ക് ഒരു പക്ഷേ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ പാറക്കല്ലിൽ നിന്ന് വെള്ളം അവർക്ക്
അല്ലെങ്കിൽ കൈൻ്റെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വരുത്താൻ സാധിക്കും. അങ്ങനെയുള്ള സാധാരണ കാര്യങ്ങൾ അതൊക്കെ ഹർക്കില്ലാതെന്ന് പറയാം. നമ്മൾ ശേഷം വരുന്ന ആവശ്യം ഏതാവട്ടെ. അപ്പോൾ ബുദ്ധിപരമായി നോക്കുമ്പോൾ ഒന്ന് വുജൂബിന്റെ നമ്മൾ പറഞ്ഞത് ബുദ്ധിയിൽ അത് ഇല്ലാതിരിക്കാന്നുള്ളത് അസംഭവം, അത് പാടില്ലാത്ത ബുദ്ധിയിൽ ഉണ്ടായേ തീരൂ എന്നർത്ഥം. അതുപോലെ തന്നെ പിന്നെ വേറൊന്നാണ് ഈ ജുസ് കുല്ലിനേക്കാൾ ചെറുതായിരിക്കും എന്നുള്ളത് അല്ലേ. ജുസ് കുല്ലിനേക്കാൾ ചെറുതായിരിക്കും, ഇത് ഉറപ്പാണ്. ജുസ് എന്ന് പറഞ്ഞാൽ ചിലത് ഒരു ഭാഗം, കുല്ല് എന്ന് പറഞ്ഞാൽ മുഴുവൻ, ജുസ് കുല്ലിനേക്കാൾ ചെറുതായിരിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ഒരാൾ പറഞ്ഞു എനിക്ക് ശമ്പളം കിട്ടിയത് ഒരു 10,000 റുപ്യ എനിക്ക് ശമ്പളം കിട്ടിയത് ഞാനൊരു 15,000 റുപ്യ എടുത്തിട്ട് അതിനൊരു 15,000 എടുത്ത് ഞാൻ കൊടുത്ത് എൻ്റെ കട വീട്ടിൽ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാരെങ്കിലും എന്താ പറയുന്നത് നോക്കില്ലേ. എനിക്ക് ഒരു 10,000 റുപ്യ ശമ്പളം കിട്ടിയത് 15,000 എടുത്ത് ഞാൻ ഉണ്ടാക്കി എൻ്റെ കട വീട്ടിൽ പറഞ്ഞാൽ അത് നിങ്ങൾ ആരും വിശ്വസിക്കുക? അല്ലാണ്ട് ടൈപ്പ് ചെയ്യേണ്ടത് ശരി 10,000 എന്നുള്ള ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. ഈ 10,000 അത് 1000 ആയിട്ടുള്ളൂ. 10,000 റുപ്യ കിട്ടിയത് ഞാൻ 15,000 എടുത്തിട്ട് എൻ്റെ കട വീട്ടിൽ നിങ്ങൾ അംഗീകരിക്കോ? ഇല്ല. 10,000 എന്നുള്ളതിന്റെ പിന്നെ ഈ 10,000 നിന്ന് 15,000 എടുക്കാൻ പറ്റുമോ? 10,000 നിന്ന് 15,000 എടുക്കാൻ പറ്റില്ല. അയാൾ എന്താ പറഞ്ഞത്? 10,000 ശമ്പളം കിട്ടിയ ഞാൻ 15,000 എടുത്ത് എൻ്റെ കട വീട്ടിൽ പറഞ്ഞാൽ അത് ഒരാൾക്കും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. കാരണം കൊണ്ട് ഈ അതിൽ നിന്നെടുക്കുമ്പോൾ, ഈ 10,000 നിന്നെടുക്കുമ്പോൾ അതിൽ ചുരുങ്ങിയതെടുക്കാൻ സാധിക്കുള്ളൂ. 10,000 നിന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ ആ 10,000 ഒന്നിക്കൽ 9,000 എടുക്കാം, 8,000 എടുക്കാം, അല്ലെങ്കിൽ അതിന് താഴെ എടുക്കാം. പക്ഷേ ഈ പിന്നെ എന്താ പറഞ്ഞത് 10,000 ശമ്പളം കിട്ടിയത് 15,000 എടുത്ത് ഞാൻ കട വീട്ടിൽ പറഞ്ഞാൽ അതൊരിക്കലും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ജുസ് എന്നുള്ളത് കുല്ലിനേക്കാൾ ചെറുതായിരിക്കും. മനസ്സിലായില്ലേ? അതൊക്കെ എന്താണ്? അതൊരിക്കലും ബുദ്ധിപരമായിട്ട് എന്തായാലും പിന്നെ ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങൾ. പിന്നെ അതല്ല നമ്മൾ ഇസ്തിഹാരത്തിൽ വരും. അതാണ് വൽ ഇസ്തിഹാരത്ത് പറയുമ്പോൾ നമുക്ക് ഉദാഹരണം കൂടി ചോട്ടോ. വൽ മുസ്തഹീലു മാ ലാ യതസവ്വറു ഫിൽ അഖ്ലി, അങ്ങനെ പറഞ്ഞില്ലേ. വൽ മുസ്തഹീലു പിന്നെ വൽ മുസ്തഹീലു മാ ലാ യതസവ്വറു ഫിൽ അഖ്ലി. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചോളി. അല്ലാഹു തആല 20 സിഫത്ത് മുസ്തഹീൽ ആ സിഫത്ത് എന്ന് പറഞ്ഞാൽ അതെന്താ അർത്ഥം? മാ ലാ യതസവ്വറു ഫിൽ അഖ്ലി, അതൊന്നും അത് ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിയിൽ രൂപപ്പെടുത്താൻ സാധ്യമല്ല. അള്ളാഹു ഉണ്ടായതിന് ഒരു തുടക്കമില്ലാത്തവൻ എന്നാണ്. അപ്പോൾ അള്ളാഹു ഉണ്ടായതിന് തുടക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് രൂപപ്പെടുത്താൻ സാധ്യമല്ല. അതാ മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ. അള്ളാഹു തആല ഉണ്ടായതിന് തുടക്കമുണ്ട്, പണ്ടേ ഉള്ളവനാന്ന് പറഞ്ഞാൽ അത് അത്രല്ല, പൂർണ്ണമല്ല അർത്ഥം. പണ്ടേ ഉള്ളവനാണെന്നുള്ളതല്ല അർത്ഥം. ഖദീം എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടായതിന് തുടക്കമില്ലാത്തവൻ, ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതിന് നേരെ എതിരെന്താണ്? ഉണ്ടായതിന് തുടക്കമില്ലാത്തവൻ എന്നുള്ളതിന് നേരെ എതിരെന്താ? അതിന് മുസ്തഹീലായത് ഉണ്ടായതിന് തുടക്കമുള്ളവൻ അല്ലേ. അവൻ ഉണ്ടായതിന് തുടക്കമുണ്ട് എന്ന് പറഞ്ഞാൽ കോടി വർഷങ്ങൾക്ക് മുമ്പാണ് അള്ളാഹു തആല ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് ഖദീമാവോ? അവൻ ഖദീമാവോ? മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായവരാണ് എന്ന് പറഞ്ഞാൽ അവനെന്താവില്ല? ഖദീമാവില്ല. ഖദീം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമയം കൊണ്ട് ഒരു ടൈം കൊണ്ട് പരിമിതപ്പെടുത്താൻ സാധ്യമല്ലാത്തവനാണ്. അത് ഉണ്ടാകാൻ തുടക്കമില്ലാത്തവനാണ്. നമ്മൾ പറയാ എന്തുകൊണ്ട് അള്ളാഹു തആല മുസ്തഹീലാതെന്ന് ചോദിച്ചാൽ, അള്ളാഹു തആല ഒരു കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ പോരെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് മുസ്തഹീൽ. ഒരിക്കലും നമ്മുടെ ബുദ്ധി അത് അനുവദിക്കൂല. കാരണം എന്തുകൊണ്ട് ബുദ്ധി അനുവദിക്കൂല എന്ന് പറയാൻ നമ്മൾ വിശദീകരണം ഇൻഷാ അല്ലാഹ് നമ്മുടെ കിതാബിന് ശേഷം വരും. ചെറുങ്ങനെ പറയാ അള്ളാഹു തആല ഒരു കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അപ്പം അതിൻ്റെ മുമ്പോ ആ ഒരു കോടി വർഷത്തിന് മുമ്പ് അള്ളാഹു ഇല്ല. അപ്പോൾ ഇല്ലാത്ത അള്ളാഹുവിന് എങ്ങനെ ഉണ്ടായത്? ഉണ്ടാണെങ്കിൽ ഒരാൾ ഉണ്ടാക്കണം. അപ്പോൾ അള്ളാഹു തആല വേറെ ആൾ ഉണ്ടാക്കിയതാണോ? അപ്പോൾ വേറെ ഒരുത്തുണ്ടാക്കിയ അവനെ എന്ന് മുതൽ ഉണ്ടായത് അവനുണ്ടായതിന് തുടക്കമുണ്ടോ? ഇല്ല. അത് ആ അള്ളാഹു തആല ഉണ്ടാക്കി. നമ്മൾ ഉദാഹരണം മനസ്സിലാകാൻ വേണ്ടി പറയാട്ടോ. നമ്മൾ ബുദ്ധിപരമായിട്ട് സമർത്ഥിക്കണമല്ലോ, വിഷയം മനസ്സിലാക്കണം. അതിനൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഒരു കോടി വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു തആല ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് അള്ളാഹു തആല ഉണ്ടോ? ഇല്ല. അവനുണ്ടാകുന്ന തുടക്കമുണ്ട്, ഖദീമല്ല, അവൻ ഹാദിസാണ്. ഒരു കോടി വർഷത്തിന് ശേഷമാണ് ദൈവം ഉണ്ടായത് എന്നൊരാൾ പറഞ്ഞു വെച്ചോളൂ. ഒരു യുക്തിവാദി വന്നിട്ട് ഒരു കോടി വർഷം മുമ്പ് എന്തായാലും ദൈവം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോദിക്കും അതിന് മുമ്പ് അവനില്ല. പിന്നെ അവൻ ഇല്ലാത്തൊന്ന് പിന്നെ എങ്ങനെ ഉണ്ടായത്? ഇല്ലാത്ത പിന്നെ ഉണ്ടാണെങ്കിൽ ഒരു കാരണം വേണ്ടേ? കാരണം വേണം. അപ്പോൾ പറയാം അത് വേറെ ഒരുത്തർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവന് എന്നാണ്ടായത്? ഈ ഉണ്ടാക്കിയവൻ അവനുണ്ടായതിന് തുടക്കമില്ല. അങ്ങനെയെങ്കിൽ അവനുണ്ടായതിന് തുടക്കമില്ലെങ്കിൽ എന്നാൽ ഈ ആദ്യത്തോനാണ് ദൈവവാൻ യോഗ്യൻ. ആദ്യത്തെ ഈ ദൈവത്തെ ഉണ്ടാക്കിയവനാണ് ദൈവം. രണ്ടാമത് ദൈവമല്ല, അവൻ സൃഷ്ടിയാണ് എന്ന് സ്ഥാപിക്കും അവിടെ. അതല്ല ഇവൻ എന്തുണ്ട്? ഈ രണ്ടാമത്തെ ദൈവത്തിന് എന്തുണ്ട്? ഒരു തുടക്കം ഉണ്ടെങ്കിൽ പിന്നെ അവൻ ആരുണ്ടാക്കി എന്ന് ചോദിക്കും. അവന് വേറെ ഒരുത്തനാണോ? അവന് വേറെ ഒരുത്തനാണ്. അവൻ ആരുണ്ടാക്കി? അവൻ വേറെ ഒരുത്തനാണ്. അങ്ങനെ അങ്ങ് പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ഒരു അറ്റമില്ലാതെ പോകാൻ പാടില്ല. നമ്മൾ അവിടെ മുറിക്കും. അങ്ങനെ തസൽസുൽ എന്ന് പറയും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് പറയുന്നത്? നിർബന്ധമായ നിലക്കും അവന്റെ ആസ്തിക്യത്തിന് ഒരു തുടക്കമില്ല എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. നമ്മുടെ ബുദ്ധി അത് അംഗീകരിച്ചേ അല്ല, ബുദ്ധിക്ക് അതല്ലാത്തൊന്നും അംഗീകരിക്കാൻ സാധ്യമല്ല. അല്ലെങ്കിലൊക്കെ സംശയങ്ങൾ വരും. ആർക്കും സ്ഥാപിക്കാൻ സാധ്യമല്ല. അള്ളാഹു തആല ഈ ലോകത്തിലൊരു ഖാലിഖ്, ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായ നിലക്കും അവൻ ഉണ്ടായതിന് തുടക്കമില്ല എന്ന് വിശ്വസിച്ചു കൊള്ളണം. അല്ലെങ്കിൽ അവൻ ബുദ്ധിക്ക് കുറവുണ്ട്, അല്ലെങ്കിൽ അവൻ ബുദ്ധി ഇല്ലാത്തവനാണ് എന്ന് പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തെ വൽ മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ മാ ലാ യതസവ്വറു ഫിൽ അഖ്ലി, ബുദ്ധിയിൽ അത് രൂപപ്പെടുത്താൻ സാധ്യമല്ലാത്തത്. നമ്മൾ അതിന്റെ ഉദാഹരണങ്ങൾ നോക്കുക. അത് നമ്മളിപ്പോൾ പറഞ്ഞത്. പിന്നെ ഒരു വസ്തു പിന്നെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വെച്ച് അതെന്താൻ പാടില്ല? ഒരേ അളവിൽ ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും പാടില്ല. ഉദാഹരണമായിട്ട് ഒരാളെ കുറിച്ചിട്ട് അയാൾ ആലിമുമാണ് ജാഹിലുമാണെന്ന് പറഞ്ഞു. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആൾ ആലിമാണ്, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആൾ ജാഹിലുമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരാൾ ആലിമാണെന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആലിമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് സംബന്ധിച്ച് അറിവുണ്ട് എന്നുള്ളതാണ്.
എന്നാൽ അതേ സന്ദർഭത്തിൽ തന്നെ അയാൾ ജാഹിലാണെന്ന് പറഞ്ഞാലോ? അതൊന്നുമില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ആലിമും ജാഹിലും കൂടി ഒരേ സമയത്ത് ഒരേ വിഷയത്തിൽ ഒരുപോലെ ആള് ജാഹിലാണെന്നും ഒരുപോലെ ആൾ ആലിമാണെന്ന് പറയില്ല. ഉദാഹരണം പറയാം, എൻ്റെ മുമ്പിൽ എന്താ, നമ്മളിപ്പോൾ എൻ്റെ മുമ്പിൽ സ്ക്രീൻ, ആ സ്ക്രീനിൽ വെളിച്ചമുണ്ട് ഇരുട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സ്ക്രീനിൽ തന്നെ വെളിച്ചമുള്ള അതേ സ്ഥലത്ത് തന്നെ ഇരുട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെങ്കിരിക്കോ? അംഗീകരിക്കൂല. വെളിച്ചമുണ്ടോ എന്നാൽ ഇരുട്ടില്ല, ഇരുട്ടുണ്ടോ എന്നാൽ വെളിച്ചമില്ല. ഇത് ബുദ്ധി ഒരിക്കലും ഇത് രണ്ടുണ്ടെന്ന് അംഗീകരിക്കൂല. രണ്ട് എന്നുള്ളത് ഒരേ സമയത്ത് എന്താകുന്നു? രണ്ട് എന്നുള്ളത് ഒറ്റയുമാണ് ഇരട്ടയുമാണ് എന്ന് പറഞ്ഞു. ആരെങ്കിരിക്കോ? ആരെങ്കിരിക്കൂല. രണ്ട് എങ്ങനെയാലും എത്ര തന്നെയാണത്? രണ്ട് എന്നുള്ളത് എന്തായാലും ഇരട്ട തന്നെ എങ്കിലും അരങ്ങിയിരിക്കുള്ളൂ. അത് ഒറ്റയാണെന്നുള്ളത് ബുദ്ധിയുള്ള ആരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ പറയുന്നത് മുസ്തഹിലാണ്, അസംഭവ്യമാണ്. നേരെ മറിച്ചുകൊണ്ട് സ്ഥലം വ്യത്യാസപ്പെട്ടാലുണ്ടാവട്ടോ, ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ ഗുണത്തിൽ ബുദ്ധിയിൽ എന്താവില്ല, ഒരു വസ്തു ഉണ്ടാവാൻ ഇല്ലാതിരിക്കാൻ പാടില്ല. നേരെ മറിച്ചുകൊണ്ട് ഇപ്പോൾ പിന്നെ കോടതിയിലൊക്കെ കോടതിയിൽ നമ്മുടെ അഡ്വക്കറ്റിനൊക്കെ അത് അറിയാൻ കഴിയും. കോടതിയിൽ ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് ഒരാൾ ഒരു കേസ് ഫയൽ ചെയ്ത് അയാളുടെ ഒരു ബന്ധുവിനെ അയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ വാദം വരുമ്പോൾ ഇയാൾ എന്ത് സമർത്ഥിച്ചെന്ന് വെച്ചോളി, ഈ വാദി കൊടുത്തതായിരിക്കുന്ന പരാതിയിൽ ഇന്നാലിന്റെ ഡേറ്റിൽ ഇന്ന സമയത്ത് ഞാൻ കൊലപാതകം നടത്തി എന്നുള്ളതാണ് ആൾ അതിൽ പറഞ്ഞിരിക്കുന്നത്. അതേ സമയത്ത് അതേ ഡേറ്റിൽ അതേ സമയത്ത് ഞാൻ ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ല, ഞാൻ ലണ്ടനിലായിരുന്നു എന്ന് അയാൾ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ കേസ് എന്തായി? ഈ പരാതിക്കാരന്റെ കേസ് തള്ളിപ്പോകും. കേസ് അവിടെ തള്ളിപ്പോകില്ലേ? യാതൊരു സംശയമില്ല. ബുദ്ധി അത് അംഗീകരിക്കൂല. ഒരേ സമയത്ത് ഇവിടെ ഇന്ത്യയിൽ വെച്ചുകൊണ്ട് കൊലപാതകം നടത്തുന്ന അതേ ഡേറ്റിലും അതേ സമയത്തും ആ ഒരാൾ ഇന്ത്യയിലും ഉണ്ടാവുക ലണ്ടനിലും ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധി അംഗീകരിക്കാത്തതാണ്. അതുകൊണ്ട് കോടതി ചെലവ് സഹിതം തള്ളും. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അത് മുസ്തഹില? ഒരേ സമയത്ത് ഒരു വ്യക്തി ഒരേ രൂപത്തിൽ തന്നെ ഒരേ ടൈമിൽ രണ്ട് സ്ഥലത്ത് ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധി അംഗീകരിക്കൂല. അപ്പൊ ഒരേ സ്ഥലത്ത് വെളിച്ചവും അതുപോലെ തന്നെ ഇരുട്ടും ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധി അംഗീകരിക്കൂല. അപ്പോൾ ഞാൻ ഒരാളെ കണ്ട്, ഞാൻ ഇപ്പോൾ പറയുകയാണ്, ഇവിടെ നാട്ടിലേക്ക് വിളിച്ചു പറയാം, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ ഞാൻ ഇവിടെ കണ്ടു എന്ന് പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. ജ്യേഷ്ഠനാണെങ്കിൽ നാട്ടിൽ വീട്ടിലുള്ളത്, അവരെടുത്തിപ്പോൾ ജ്യേഷ്ഠനുണ്ട്. അപ്പോൾ സമ്മതിക്കും അത് ജ്യേഷ്ഠൻ എൻ്റെ അടുത്തുണ്ട് ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുക. കാരണം എന്തുകൊണ്ട്? ഒരേ ഒരു വ്യക്തി ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. അത് മുസ്തഹിലാണ്. അത് അവൽ മുസ്തഹിലു മാ ലാ യുതസവ്വറു ഫിൽ അഖ്ലി വജൂദുഹു. ബുദ്ധിയിൽ അത് ഉണ്ടാവൽ ബുദ്ധി അംഗീകരിക്കുകയില്ല, രൂപപ്പെടുത്താൻ കഴിയൂല. ബുദ്ധി അത് രൂപപ്പെടുത്താനേ സാധ്യമല്ല. ഔലിയാക്കന്മാർക്ക് കഴിയില്ല. അതല്ല ഔലിയാക്കന്മാരെ ദൗക്കും മുജിസത്തുമല്ല പറയുന്നത്. അത് ദൗക്കും മുജിസത്തുമല്ല പറയുന്നത്. ഇവിടെ നമ്മൾ ബുദ്ധിപരമായ അൽ ഹുക്കുമുൽ അഖ്ലി, ബുദ്ധിപരമായ വിദ്യ പറയുന്നത്. മനസ്സിലായില്ലേ? ബുദ്ധിപരമായ വിദ്യ പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ കോടതിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിലൊക്കെ ഇപ്പോൾ ഇത് തള്ളിക്കളയോ? ഒരിക്കലും ഇല്ല. അപ്പോൾ ഇവിടെ വിഷയം എന്താണ്? ഒരേ സമയത്ത് ഒരു വ്യക്തി ഒരേ സ്ഥലത്ത് രണ്ട് എന്താവില്ല, രണ്ട് സമയത്തായിട്ട് രണ്ട് രൂപത്തിലുണ്ടാവില്ല. ഒരാൾ കോഴിക്കോട്ടുണ്ടെന്ന് പറഞ്ഞു, ഒരാൾ എന്ത് ചെയ്യുന്നത് തിരുവനന്തപുരത്തുണ്ടെന്ന് പറഞ്ഞു. ഒരേ സമയത്ത് തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും കൂടി ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല. അതാണ് മുസ്തഹിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്ത് പാടില്ല? അവനക്ക് കഴിവുകേട്, അജിസ്, കുദ്റത്ത് എന്നുള്ളത് നേരെ എതിരാകുന്ന കഴിവുകേട് എന്നുള്ളത് അല്ലാഹു തആലക്ക് മുസ്തഹിലാണെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവാൻ പാടില്ല. കുദ്റത്തും ഉണ്ടാവുക, കഴിവുണ്ടാവുക, കഴിവുകേട് ഒന്നിച്ചുകൊണ്ട് അല്ലാഹു തആലക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ഒരു ബുദ്ധി അംഗീകരിക്കൂല. അപ്പം അല്ലാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമായ 20 സിഫത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 20 കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതുണ്ട്. അപ്പോൾ മനസ്സിലായില്ല? അപ്പോൾ ഒരിക്കലും അല്ലാഹു തആലക്ക് കുദ്റത്തും ഉണ്ട്, അജിസും ഉണ്ട്, കഴിവുണ്ട്, കഴിവുകേടും ഉണ്ട് എന്നുള്ളത് ഒരാൾക്ക് വിശ്വസിക്കാൻ പാടില്ല. അയാളുടെ ഈമാൻ അപായപ്പെട്ടു പോകും. അതാണ്. അപ്പോൾ മുസ്തഹിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ അത് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധ്യമല്ല, നമുക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് ജുസ് എന്നുള്ളത് കുല്ലിനേക്കാൾ വലുതാവൂല, ജുസ് കുല്ലിനേക്കാളും വലുതാകൂല എന്ന് നമ്മൾ പറയും. അപ്പൊ അള്ളാഹുവിന്റെ എല്ലാ സിഫത്തുകളും എടുത്ത് നോക്കൂ. അള്ളാഹു തആല മുരീദാണെന്ന് പറഞ്ഞു. അള്ളാഹു തആല ഇറാദത്തുണ്ട്, മുരീദാണെന്ന് പറഞ്ഞു. എന്നാൽ അള്ളാഹു തആല മുരീദ്, അള്ളാഹു തആലക്ക് ഉദ്ദേശിക്കാൻ കഴിയൂല എന്നുള്ളത് എന്താണ്? മുസ്തഹില സിഫത്താണ്. അതായത് ആ മുസ്തഹില സിഫത്തും അള്ളാഹു തആല മുരീദാണെന്ന് പറയുന്നതും ഇറാദത്തിന്റെ എതിരെന്താണ്? അവന് തഖ്സീസ് ചെയ്യുന്നതിനുള്ള കഴിവില്ലാതിരിക്കുക. വൽ അദ്മു വദിദ്ദുൽ വജൂദ് വൽ ജഹലു ലിദ്ദുൽ ഇൽമ്. അല്ലാഹു തആല ആലിമാണെന്ന് പറഞ്ഞ നേരെതിരി അവൻ ജാഹിലാണ്. അല്ലാഹു തആല ആലിമുമാണ് ജാഹിലുമാണെന്ന് ഒരാൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. നമ്മളെ സംബന്ധിച്ചാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് നല്ല ഒരാൾ ഒരേ ഒരു വിഷയത്തിൽ നേരെ മറിച്ചുകൊണ്ട് എനിക്ക് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരാൾക്ക് ഇപ്പോൾ ഉദാഹരണം പറയാ, നമ്മളെ ഒരു വ്യക്തി ഈ റൂമിൽ ഒരാൾക്ക് അല്ലെങ്കിൽ സെയ്ദ് എന്ന് വെച്ചോളി. സെയ്ദ് ആലിമുമാണ് ജാഹിലാണ്. ആലിം ആദ്യ ഫിഖിന്റെ വിഷയത്തിൽ ആലിമാണ്. എന്നാൽ ഈ തിബ് മെഡിസിനിൽ അവന് ജാഹിലാകുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. രണ്ട് വിഷയമാണല്ലോ, രണ്ട് വിഷയമാണ്. മനസ്സിലായില്ലേ? രണ്ട് വിഷയമാണ്. അപ്പോൾ അതിന് കുഴപ്പമില്ല. ഒരാൾക്ക് ഒരു വിഷയത്തിൽ ആലിമാകാം, മറ്റൊരു വിഷയത്തിൽ ജാഹിലാവാം. അതിന് മുസ്തഹിൽ എന്ന് പറയില്ല. മുസ്തഹിൽ എന്ന് പറയണമെങ്കിൽ ഒരേ ഒരു സമയത്ത് ഒരേ ഒരു വ്യക്തി ഒരേ ഒരു ഗുണത്തിൽ അത് ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുക. അതാണ്. നേരെ മറിച്ചുകൊണ്ട് എന്ത് പറയാൻ പാടില്ല? ഒരാൾ മക്കത്ത് ഉണ്ട് എന്നും അയാൾ അവിടെ ഇല്ല എന്നും, മക്കത്ത് തന്നെ ഉണ്ട് എന്നും മക്കത്ത് ഇല്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ
എവിടെ പറയാം, നമുക്ക് മക്കത്തുണ്ടെന്ന് മദീനത്തില്ല എന്ന് പറയാം. മദീനയിലെ ആളില്ല, മക്കത്താണുള്ളത് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അല്ലെ മക്കത്തും ഉണ്ട് എന്ന് പറയാൻ പാടില്ല, മക്കത്തും മദീനത്തും ഉണ്ട് എന്ന് പറയാൻ പാടില്ല, മക്കത്ത് ഉണ്ട് എന്നും മക്കത്തില്ല എന്ന് പറയാൻ പാടില്ല. അപ്പോൾ രണ്ട് സ്ഥലമാകുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെയുള്ള സ്ഥലമോ അല്ലെങ്കിൽ വിഷയമോ മാറുമ്പോൾ അതിനെന്ത് തരില്ല, മുസ്തഹീൽ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് അല്പം ആലോചിച്ചാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കും. അതാണ് മുസ്തഹീൽ എന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റൂല, ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത, അത് അസംഭവ്യമായി കരുതുന്നത് എന്നാണ്. പിന്നെ പിന്നെന്താ അടുത്തത്, വൽ ജായിസു മാ യസിഹുൽ അഖ്ലു വുജൂദുഹു വഅദമുഹു. വൽ ജായിസു മാ യസിഹു ഫിൽ അഖ്ലി വുജൂദുഹു വഅദമുഹു. അതെ, ജായിസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ അത് വുജൂദുഹു വഅദമുഹു എന്നില്ലേ, വുജൂദുഹു വഅദമുഹു അത് രണ്ടും വേണം, എന്നാലും എന്താ ഉള്ളൂ, ജായിസ് ആവുള്ളൂ. വൽ ജായിസു മാ യസിഹു ഫിൽ അഖ്ലി വുജൂദുഹു വഅദമുഹു. ബുദ്ധിയിൽ അത് ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം, അതിന് കുഴപ്പമില്ല. നമ്മളൊക്കെ ഉണ്ടാവാൻ നിർബന്ധമായിരുന്നോ സുഹൃത്തുക്കളെ? ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ലോകം മുഴുവനും ഉണ്ടാവാൻ നിർബന്ധമുള്ളതായിരുന്നോ? ഒരിക്കലും ഇല്ല. അല്ലാഹു തആല ഖുർആനിൽ എന്താ പറഞ്ഞത്, ഹൽ അതാലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ. മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ, അവൻ ഷൈഅൻ മദ്കൂറ അല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ എന്നാ ഉറപ്പാണ്. നമ്മൾ ഏറി വന്നാൽ 100 കൊല്ലത്തിനിടയിൽ, നമ്മൾ ഇതിലിപ്പോൾ ആരും 100 വയസ്സുള്ള ആരും ഉണ്ടാവില്ല, അല്ലേ, ആരും ഉണ്ടാവില്ല. അപ്പോൾ 100 വർഷത്തിന് മുമ്പ് ജീവിച്ചിരിക്കുന്ന ആളുകൾ അതിന് മുമ്പ് ആരുമില്ല എന്നുള്ള ഉറപ്പ്. നമ്മളാരും ഷൈഅൻ മദ്കൂറായിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് പിന്നീട് ഉണ്ടായവരാ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇല്ലാതിരിക്കുകയും ചെയ്യാമായിരുന്നു, നമ്മൾ ഉണ്ടാവുകയും ചെയ്യാമായിരുന്നു. ഇല്ലാതെയും ഇരിക്കാം, ഉണ്ടാവുകയും ചെയ്യാം. നിർബന്ധമായിരിക്കുന്ന കാര്യമില്ല. നിർബന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരിക്കലും എന്താ പാടില്ല, ഒരിക്കലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഒരു പ്രവർത്തനം ഉണ്ടായാൽ അത് പ്രവർത്തിച്ച ഒരാൾ വേണമെന്നുള്ളത് നിർബന്ധമാണ്. ഒരു സംഗതി, ഒരു പ്രവർത്തനം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു വസ്തു ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വസ്തുവിനെ ഉണ്ടാക്കിയ ഒരാൾ എന്തായാലും വേണം. അതാണ് നിർബന്ധം എന്ന് പറഞ്ഞത്, ഉജൂബ് എന്ന് പറഞ്ഞത്. പിന്നെ മുസ്തഹീൽ എന്ന് പറഞ്ഞാലോ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒരാൾ ഒരേ സമയത്ത് ആലിമും ജാഹിലും ആവുക എന്നുള്ളത് മുസ്തഹീലാണ്, അത് നമ്മൾ പറഞ്ഞു. ജായിസ് ആണെങ്കിലോ, ജായിസ് പറഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വസ്തു ഉണ്ടാവുകയും ചെയ്യാം, ബുദ്ധിപരമായിട്ട് ഉണ്ടാകുന്നതിനും ബുദ്ധി എതിരില്ല, ഉണ്ടാവാതിരിക്കുന്നതിനും ബുദ്ധി എതിരില്ല, അതാണ്. പിന്നെ അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് ഇവിടെ ഉണ്ടാവുന്നതിന് വിരോധമല്ല, ഉണ്ടാവാതിരിക്കുന്നത് ബുദ്ധിക്ക്, അതായത് ബുദ്ധി അതില്ലാന്ന് ഇപ്പോഴുള്ള ക്ലാസ്സിനെ കുറിച്ച് അത് ഇല്ലാതാവാൻ പറ്റുമെന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവിടെ അസംഭവ്യമായ കാര്യമൊന്നും വരാൻ പോകുന്നില്ല. അതായത് ഒരു മുഹാല് വരുന്നില്ല എന്നർത്ഥം. ബുദ്ധിക്ക് അത് ഇല്ലാന്ന് സങ്കല്പിച്ചാൽ അസംഭവ്യമായിരിക്കും ഒന്നും ഇവിടെ വരില്ല. നേരെ മറിച്ചുകൊണ്ട് എന്ത് വരും, അവിടെ ഒരു വസ്തു ഇവിടെ ഉണ്ടായാൽ, ഒരു മേശ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആശാരില്ലാതെ തന്നാലെ മേശ സ്വയംഭൂവായിട്ടുണ്ടായി, അത് ബുദ്ധി അംഗീകരിക്കൂല. അതെന്തായാലും ബുദ്ധി അംഗീകരിക്കൂല, മനസ്സിലായില്ലേ? അതുപോലെയല്ല ഈ ക്ലാസ് ഇവിടെ ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. ഉണ്ടായപ്പോൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് ഉണ്ടാവാതിരിക്കുകയും ചെയ്യാമായിരുന്നു. അതുപോലെയല്ല ഒരു മേശ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച ഒരാൾ വേണമെന്നുള്ളത് അത് നിർബന്ധമായിട്ട് ബുദ്ധി പറയുന്ന കാര്യം. ഇങ്ങനെ അഖലിയായിരിക്കുന്നു. ഹുക്മ് 3 ഇനത്തിലാകുന്നു എന്നാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത്. വൽ മുസ്തഹീലു മാ ലാ യതസവ്വറു ഫിൽ അഖ്ലി വുജൂദുഹു വൽ ജായിസു മാ യസിഹു ഫിൽ അഖ്ലി വുജൂദുഹു വഅദമുഹു. അതാ അപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കാം. എന്ത് നിർബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരുപോലെയല്ല ഉള്ളത്. നിസ്കാരം നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പ്രവർത്തിച്ചാൽ കൂലിയുണ്ട് എന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ ഉണ്ട് എന്നുള്ളതുമാണ്. അല്ലാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമാണ് എന്ന് പറയുന്നതും, ഒരു വസ്തു ഉണ്ടായാൽ അത് ഉണ്ടാക്കിയ ഒരാൾ നിർബന്ധമാണെന്ന് പറയുന്നതും എന്തർത്ഥത്തിനല്ല, ആള് അങ്ങനെ വിശ്വസിച്ചാൽ കൂലി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ കൂലില്ല എന്ന അർത്ഥത്തിനല്ല പറയുന്നത്. അത് വേറെ വിഷയം. അത് ശറഅ് അതുകൊണ്ട് വിശ്വസിക്കാൻ പറയണമെങ്കിൽ നമുക്ക് കൂലി കിട്ടും. അല്ലാഹു തആല ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കാൻ ശറഅ് കൽപ്പിച്ചത് കൊണ്ട് നമുക്ക് അല്ലാഹു തആല ഉണ്ടെന്ന് വിശ്വസിച്ചാൽ കൂലി കിട്ടും എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ആ അർത്ഥത്തിനല്ല അവിടെ വുജൂബ്. 20 സിഫത്ത് അല്ലാഹു തആലക്ക് ഉണ്ട് എന്ന് പറയുന്നത് ആ 20 സിഫത്ത് ഇല്ലാതിരിക്കൽ ബുദ്ധി അംഗീകരിക്കൂല എന്ന അർത്ഥത്തിനുള്ള നിർബന്ധമാകുന്നു. മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ 20 സിഫത്തുകൾക്ക് എതിരുള്ള 20 കാര്യങ്ങളുണ്ട്. ആ 20 കാര്യങ്ങൾ ഇല്ല എന്ന് നമ്മുടെ ബുദ്ധി അതായത് ആ ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റും. അത് ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് എന്നാണ് ആ മുസ്തഹീൽ എന്നതിന്റെ അർത്ഥം. ജായിസ് എന്ന് പറഞ്ഞാലോ, അല്ലാഹു തആലക്ക് ഈ ലോകത്തെ പടക്കുകയും പടക്കാതിരിക്കുകയും ചെയ്യാമെന്നുള്ള അങ്ങനെയല്ലോ. അല്ലാഹു തആലക്ക് ജായിസ് ഒരു സിഫത്താണുള്ളത്. സത്യത്തിൽ നമ്മുടെ കാഴ്ച പ്രകാരമൊക്കെ ഇപ്പോൾ അള്ളാഹിന്റെ ഈ ഒരു സിഫത്ത് നമ്മൾ കാണുന്നത്, അല്ലേ? ഈ ലോകത്തുള്ള മുഴുവനും അള്ളാഹിന്റെ ഈ ഒരു സിഫത്തായിട്ട് നമ്മൾ കാണും. എന്താണ്? ലോകം പടക്കുക എന്നുള്ളത് അല്ലാഹു തആലക്ക് ജായിസ് ആയിരുന്നു. അല്ലാഹു തആലക്ക് പടക്കുകയും ചെയ്യാമായിരുന്നു, പടക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു. നമ്മുടെ അഖീദാണ്, അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ അഖീദാണ്. അല്ലാഹു തആലക്ക് ഒന്നിനെയും സൃഷ്ടിക്കൽ നിർബന്ധമേ ഇല്ല. എന്നാൽ മുഅ്തസിലത്ത് എന്താ പറയുന്നത്? അതൊന്നും ശരിയല്ല. അല്ലാഹു തആലക്ക് നന്മ ചെയ്യൽ എപ്പോഴും നിർബന്ധമാണ്. അല്ലാഹു തആലക്ക് നന്മ ചെയ്യൽ നിർബന്ധമാണ്. അവനത് ലോകത്തെ സൃഷ്ടിച്ചേ പറ്റൂ, പ്രവാചകന്മാരെ നിയോഗിച്ചേ പറ്റൂ. നിർബന്ധമായിട്ടും പ്രവാചകന്മാരെ നിയോഗിക്കണം. ഒരാളൊരു നന്മ ചെയ്താൽ അയാൾക്ക് നിർബന്ധമായും കൂലി കൊടുത്തുകൊള്ളണം. ഇത് വാദിക്കുന്നവരാണ് മുഅ്തസിലത്ത്. എന്നാൽ നമ്മുടെ അഖീദ, അഹ്ലു സുന്നത്തിന്റെ അഖീദ അങ്ങനെയല്ല. അല്ലാഹു തആലക്ക് ഒന്നും നിർബന്ധമില്ല. അവൻ പൂർണ്ണമായ നിലയ്ക്ക് ഇച്ഛാശക്തിയുള്ളവനാണ്. അവനെ ആരെയും നിയന്ത്രിക്കുന്നവനല്ല. അവന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നവരുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അല്ലാഹു തആല ഇത് സൃഷ്ടിക്കുകയും ചെയ്യാം, സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു. അതല്ലേ വലിയ നിഅമത്തിലെ അല്ലാഹു തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് നമ്മൾ നിഅമത്തുൽ ഈജാദ്, നമ്മൾ വലിയ നിഅമത്തായി പറയുന്നതാണ്. നിഅമത്തുൽ ഈജാദ്. പടച്ചവനെ, നീ എന്നെ സൃഷ്ടിച്ചല്ലോ,
കാരണം ഞാൻ സൃഷ്ടിക്കണം എന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തിയല്ല. എന്നെ സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു അള്ളാഹു തആലക്ക്. പക്ഷേ അള്ളാഹു തആല എന്നെ സൃഷ്ടിച്ചു. അത് വലിയൊരു നിഅമത്താ. മനസ്സിലായില്ലേ? നമ്മൾ മുസ്ലിം ആയെന്നുള്ളത് ഉണ്ടായതിനു ശേഷമുള്ള മറ്റൊരു നിഅമത്താണ്. മുസ്ലിം ആയതിനു ശേഷം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പെട്ടവനായി എന്നുള്ളത് അത് വേറെ വലിയ നിഅമത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തന്നെ അതിൽ ശക്തമായ നിലയ്ക്ക് അഹ്ലുസുന്നത്തിന് വേണ്ടി ധീരധീരം പോരാടുകയും പ്രവർത്തിക്കുകയും അതുപോലെ പരിപൂർണമായ നിലയ്ക്ക് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് പറയാൻ ആധികാരികതയായി ഉള്ളതായിരിക്കുന്ന ഒരു വിഭാഗത്തിൽ പെട്ടു എന്നുള്ളത് ഒരു നേതാക്കളെ ലഭിച്ചു എന്നുള്ളതോ അത് മറ്റൊരു നിഅമത്താണ്. അപ്പോൾ ആദ്യം ഉണ്ടാകുന്നത് നിഅമത്തുൽ ഈജാദ്. അള്ളാഹു തആല നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കി എന്ന് പറയുന്നതായ വലിയ അനുഗ്രഹമാണ്. പിന്നെ അടുത്തത് നിഅമത്തുൽ ഇംദാദ്. എന്താണ്? ഉണ്ടാക്കിയിട്ട് അള്ളാഹു തആല നമ്മൾ സൃഷ്ടിച്ചിട്ട് അങ്ങനെ വിട്ടയച്ചതല്ല. അള്ളാഹു തആല നമുക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ ഇന്ധനങ്ങളും നൽകിക്കൊണ്ടേയിരിക്കുക. ഒരു നിമിഷം ലഹദം ബിലഹദ കേട്ടോ, ഓരോ നിമിഷാർദ്ധത്തിലും അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹു തആല നമുക്ക് വേണ്ട നമ്മൾ നിലനിൽക്കാൻ ആവശ്യമായ ഇന്ധനങ്ങൾ വേണ്ടതെല്ലാം നമുക്ക് അള്ളാഹു തആല നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ നിഅമത്താണ്. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ ഒരു സിഫത്താണ് നമുക്ക് ലോകം മുഴുവൻ എവിടെ നോക്കിയാൽ കാണുക. അള്ളാഹിൻ്റെ ഈ ഒരു സിഫത്ത്, ഏത് സിഫത്ത്? ജായിസായിരിക്കുന്ന ഒരു സിഫത്താണ് നമ്മൾ എവിടെ നോക്കിയാലും അല്ലേ? എവിടെ ഞാൻ നിങ്ങളൊക്കെ എന്താണ്? അള്ളാഹു ജായിസാ സിഫത്തിന്റെ അസറുകളാണ്. അള്ളാഹുവിന്റെ ജായിസാ സിഫത്ത്, അതായത് അള്ളാഹു തആലാന്റെ ഫീലിയായ അള്ളാഹുവിന്റെ അഫ്ആലുകൾ, അള്ളാഹു തആലാന്റെ പ്രവർത്തനങ്ങളാണല്ലോ നമ്മളൊക്കെ. അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന് പറയുന്ന ആ ഗുണം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മളെല്ലാവരും. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുടെ അസറുകളാണ്, അള്ളാഹുവിന്റെ സിഫത്തിന്റെ അസറുകൾ മാത്രമാണ്. സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹു തആലക്ക് ജായിസാണ്, അത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ അള്ളാഹു തആല സൃഷ്ടിക്കാൻ കഴിവ് ഉണ്ടാകുക എന്നുള്ളതോ അത് നിർബന്ധമായ കാര്യമാണ് കേട്ടോ. സൃഷ്ടിക്കാൻ കഴിവുള്ളവനാവുക എന്നുള്ളത് അള്ളാഹുവിന് അത് ഉണ്ടായേ തീരൂ. ബുദ്ധി അത് നിർബന്ധമായും അത് പിന്നെ വാദിക്കുന്നുണ്ട്, ഉണ്ടായേ തീരൂ എന്ന്. അതേസമയത്ത് സൃഷ്ടിക്കുക എന്നുള്ളതോ, സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുക എന്നുള്ളത് എന്താണ്? അത് ജായിസാണ്. വേണമെങ്കിൽ ഉദ്ദേശിച്ചാൽ മതി, അല്ലെങ്കിൽ അള്ളാഹു തആലക്ക് ഉദ്ദേശിക്കാതിരിക്കുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ചുരുക്കം പറയാനുണ്ടെങ്കിൽ 3 ഹുക്കുമുകൾ ഇവിടെ പറഞ്ഞു. അഖലിയായ ഹുക്കുമ് 3 ഇനമാണ്. ഒന്ന് വുജൂബ്, ഒന്ന് ഇസ്തിഹാലത്ത്, ഒന്ന് ജായിസ്. ഒന്ന് പറഞ്ഞട്ടെ ഏതൊക്കെയാണ് വുജൂബ് എന്ന് പറഞ്ഞാൽ? വുജൂബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് എന്താ പറഞ്ഞാൽ അത് നമ്മളിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മുസന്നിഫ് ഒരു ഷർഹ് നാളെ അത് ഈ വിഷയം തന്നെ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കും, എല്ലാ വകുപ്പുകളെ കൂട്ടിയിട്ട്. അപ്പോൾ പിന്നെ ബുദ്ധിപരമായിരിക്കുന്ന ബുദ്ധിയുടെ വിധി എത്ര ഇനമാണ്? 3 ഇനത്തിലാകുന്നു. ഒന്ന് എന്ത്? വുജൂബ്. ഏതാണിത്? വുജൂബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ അതില്ലാതിരിക്കാൻ രൂപപ്പെടുത്താൻ സാധിക്കാത്തത്. മറ്റൊന്ന് മുസ്തഹീൽ, ബുദ്ധിയിൽ ഉണ്ടാവൽ രൂപപ്പെടുത്താൻ സാധിക്കാത്തത്. മറ്റൊന്ന് ജായിസ്, ബുദ്ധിയിൽ അത് ഉണ്ടാവുകയും ചെയ്യാം ഇല്ലാതിരിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഈ മൂന്ന് രൂപത്തിലെ ബുദ്ധിപരമായ വിധി ഏത് ബുദ്ധിയുള്ളവർ അംഗീകരിക്കും? ഇത് അങ്ങനെയല്ല. ബുദ്ധി 2 ഉള്ളൂ എന്ന് ഒരു യുക്തിവാദി പറയാണ്ടെങ്കിൽ അവന് ബുദ്ധി ഇല്ല എന്ന് പറയാം. 2 കേൾക്കെ വരും. ഒന്നിരിക്കൽ വാജിബ് അല്ലെങ്കിൽ മുസ്തഹീൽ, ജായിസ് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവന് ബുദ്ധി ഇല്ലാന്നേ പറയേണ്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ബുദ്ധിയുള്ള ആരും ഏതംഗീകരിക്കും? ഈ 3 ഇനത്തിന് അംഗീകരിക്കും. 4മതൊന്നും ഇല്ലാന്ന് അംഗീകരിക്കും. 3 ഉണ്ട് എന്നും അംഗീകരിക്കും. അത് നിർബന്ധമായിട്ട് ഒരു അംഗീകരിക്കുന്ന വിഷയം തന്നെയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്തുകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ എപ്പോഴും പോകണം. അള്ളാഹു തആലക്ക് 20 സിഫത്ത് നിർബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏതാ മനസ്സിലാക്കരുത്? നിസ്കാരം നിർബന്ധമുണ്ട് എന്നുള്ള ആ അർത്ഥത്തിനാണെന്ന് മനസ്സിലാക്കരുത്. തീ കരിക്കുമെന്ന് മനസ്സിലാക്കിയാൽ, തീ കരിക്കൽ നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയാൽ അത് ഈ അർത്ഥത്തിന് മനസ്സിലാക്കരുത്. അത് ആദ്യത്തെ നിലക്ക് അങ്ങനെ നിർബന്ധമായിട്ട് വരുന്നുണ്ട്, അതിന് കാരണമായിട്ട് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേർതിരിച്ച് ഓരോന്നും അതിൻ്റെതായ ഹക്ക അനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത്. അള്ളാഹു തആല നമുക്ക് ഹക്കായി മനസ്സിലാക്കി അത് പഠിക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.